നമസ്കാരം, വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി കൂവപ്പൊടി വീട്ടിലുണ്ടാക്കുന്നതാണ്. യന്ത്രത്തിൻ്റെ ഒന്നിൻ്റെ ഒരു സഹായമില്ലാതെ, ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ആവശ്യമുള്ള കൂവപ്പൊടി നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമായ കുറച്ച് കൂവ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂവയുടെ തടയാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ചെത്തി റെഡിയാക്കി ക്ലീനാക്കി എടുത്തിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കൂവയെല്ലാം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു 20 തട കൂവയാണ് എടുത്തിട്ടുള്ളൂ. പണ്ടൊക്കെ കാട്ടിൽ നിന്ന് കിട്ടുന്ന കൂവയൊക്കെ അരച്ചുകൊണ്ടിരുന്നത് പാറപ്പുറത്തൊക്കെ ഇട്ടാണ് അരച്ചെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ഒരു ഡിഷാണിത്. ഡിഷ് ഇതിങ്ങനെ ആണി വെച്ച് തുളച്ച് ഉള്ളിൽ നിന്ന് തുളച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും. ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അരയ്ക്കാം. അല്ലെങ്കിൽ എണ്ണ വരുന്ന പാട്ട ഇതുപോലെ ആക്കിയെടുത്താലും നമുക്ക് കൂവ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സാധനം. അപ്പോൾ മിക്സിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചൊവ വല്ലാണ്ട് വരും. എന്തോരം വെള്ളം മാറിയാലും നമുക്ക് ഇതിൻ്റെ ചൊവ വരും, കൂവയുടെ പച്ചച്ചൊവ. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അരച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കൂവ അരച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസും സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇതിപ്പോൾ നമ്മളിങ്ങനെ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീട്ടിൽ ഒരു 10-20 കൂവത്തടയൊക്കെ കൊണ്ട് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഒരു മായവും ഇല്ലാത്ത ശുദ്ധമായ കൂവപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡിഷൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുമല്ലോ. പാണി വെച്ച് ഇങ്ങനെ തുളച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ അരച്ച് നമുക്ക് മായമില്ലാത്ത സാധനം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ അരച്ച് തീർക്കാം. ഇപ്പോൾ കൂവ നമ്മൾ അരച്ച് തീർന്നുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഫസ്റ്റ് നമ്മൾ വെള്ളമൊന്നും വെക്കാതെ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് 2 പ്രാവശ്യം കൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മളിത് പിഴിഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും അവിടെ ഇതുപോലെ തന്നെ വെള്ളം ചേർത്ത് നമ്മൾ പിഴിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തോർത്തിനകത്ത് ഇട്ട് പിഴിഞ്ഞെടുക്കാം.
അപ്പോൾ നമ്മളത് പിഴിഞ്ഞ് 2 ട്രിപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തോരത്തിനകത്ത് അതിൻ്റെ പിശിലൊന്നും വീഴാത്ത വിധത്തിൽ അരിച്ചെടുക്കണം. ഒഴിച്ചോ. ആ പാത്രം കഴുകി ഒഴിക്കണേ. അതിനകത്ത് പൊടിയുടെ ഇതുണ്ട്, അതും കൂടെ ഒഴിച്ചോ. ലാസ്റ്റ് നമുക്ക് കഴുകിയെടുക്കാം. നമ്മളതൊരു 20 ലിറ്റർ അടുത്ത് വെള്ളം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ആ പൊടി ഊറി വന്നു കഴിയുമ്പോൾ ഒരു 4-5 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്നുകൂടെ മാറണം. ശരിക്കും 2 ദിവസം വെള്ളം തെളിഞ്ഞ് വരുന്നോളം വരെ നമുക്ക് അതിൻ്റെ വെള്ളം മാറി മാറി എടുക്കണം. ഇപ്പോൾ നമുക്കത് മൂടി വെക്കാം. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് അതിൻ്റെ പൊടി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം നിറച്ച് വെക്കണം. അപ്പോൾ വളരെ സാവധാനം ഇത് അധികം കലങ്ങാതെ ഊറ്റണം. കണ്ടോ അടിയിൽ പൊടി അതിൻ്റെ 100 അടിഞ്ഞേക്കുന്നുണ്ടോ? ആ കളറെല്ലാം പോയി അത് തെളിഞ്ഞു വരും. പോയി പോകുന്നതിൻ്റെ കളർ മാത്രം കേട്ടോ അതിൻ്റെ ആ ഇതും. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കലക്കി വെക്കും കേട്ടോ. ഇങ്ങനെ തെളിനോടെ വരെ നമ്മൾ വെള്ളം ഊറ്റി 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 മാറ്റണം. അപ്പോൾ നമ്മൾ 4 തവണ വെള്ളം മാറ്റിയിട്ട് നമ്മുടെ പൂപ്പൊടി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം കൂടെ ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് ഉണങ്ങിയെടുക്കണം. മറിഞ്ഞു വീഴുമോ? അപ്പോൾ നമ്മൾ കൂവ അരയ്ക്കാനും പുഴുങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രം കേട്ടോ ഇത്. അപ്പോൾ ഈ വർഷം കുറച്ചേ അരച്ചുള്ളൂ. 20 അട അരച്ചതിൻ്റെ പൂപ്പൊടിയാണിത്. ഇതിന് നമുക്ക് ഉണങ്ങിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കളറ് വരുള്ളൂ. അപ്പോൾ ഇത് വെള്ളമൊക്കെ മേളത്തെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ ഇളക്കി എടുത്തിട്ട് പൊടിച്ച് നല്ലപോലെ ഉണങ്ങിയെടുക്കണം. അപ്പോൾ നമുക്ക് മൊത്തം ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇതൊരു കഷ്ണമാണ് കേട്ടോ ഇത്. ഒരു സൈഡ് ഉണങ്ങാനുണ്ട്, ഈ സൈഡ് മേളിൽ വശം ഉണങ്ങിയതാണ്. ഉണങ്ങി കഴിയുമ്പോൾ നല്ല വെളുത്ത കളറായിട്ട് കിട്ടും. ഇത് പൊടിച്ച് നമുക്ക് ഉണങ്ങണം. ഇപ്പോൾ കഴിക്കാൻ വേണമെങ്കിൽ അലുത്ത് നാക്കലിൽ നിന്ന്. അപ്പോൾ നമുക്കിത് 3/4 കിലോളം സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റില്ല, കാരണം പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് അകത്ത് കയറുകയാണ്. ഇത് ശരിക്കും പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്കൊക്കെ വയറിനുണ്ടാകുന്ന വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങളും, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ആ ഒപ്പം തന്നെ അത് ഔഷധവും കൂടെയാണ്. പണ്ട് കാലങ്ങളിൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ഇതിൻ്റെ സീസൺ ആകുന്ന സമയത്ത് ഇത് ഒരുപാട് അരച്ച് പൊടി ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ആ ഒരു വർഷം മൊത്തം ഉപയോഗിക്കുന്ന തരത്തിൽ ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ടായിരുന്നു. വയറ് സംബന്ധമായ കുടൽ സംബന്ധമായ എല്ലാത്തിനും നമുക്ക് വയറ് നോവൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ട് ഇതിൻ്റെ പൊടി വെറുതെ പച്ചയ്ക്ക്, ഞാൻ മുമ്പേ കാണിച്ചാൽ ഒരു നുള്ള് പൊടിയെടുത്ത് വെറുതെ പച്ചയ്ക്ക് കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂവത്തുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നട്ടുണ്ടാക്കാമല്ലോ. ടെറസിലാണല്ലോ, ചാക്കിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ കൂവ നട്ടുപിടിപ്പിക്കാം സിമ്പിളായിട്ട്.
കളറില്ലാത്ത ആളുകൾക്കാണ്. ഇത് ശരിക്കും ഇപ്പോൾ ഈ മഞ്ഞ കളർ വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാത്തുണ്ടോ, നല്ലപോലെ ഉണങ്ങാത്തുണ്ടോ. ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വരും. ഇപ്പം നമുക്ക് കുറുക്കുണ്ടാക്കാം. അപ്പം ഇന്ന് നമ്മൾ കുറുക്കുണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂവപ്പൊടി കുറുക്കാം. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 ലിറ്റർ അടുത്ത് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, ജീരകം നമ്മൾ എടുത്തിട്ടില്ല. ജീരകം വേണ്ടവർക്ക് ജീരകം ചേർക്കാം. മധുരം വേണമെങ്കിൽ ശർക്കരയോ കരിപ്പെട്ട് ചേർക്കാം. നമ്മളിന്നിപ്പം മധുരം ഒന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് ചേർക്കണം കേട്ടോ, കുറച്ചേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഒരു കാര്യം പറയാൻ പറ്റുമത്, നമ്മൾ ഈ കൂവ അരയ്ക്കുമ്പോൾ കയ്യിലും പാത്രത്തിലൊക്കെ എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി ഊറി കിട്ടില്ല കേട്ടോ. അത് നമ്മൾ തുടക്കത്തിൽ പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ അത് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് പൊടി കിട്ടില്ല. അപ്പോൾ 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് ഈ തവിക്ക് ഒരു 1.5 തവി പൊടിയായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കൂവക്കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ നല്ല അലുവ പോലെ ഇരിക്കും. അതിപ്പോ ചൂടോടുകൂടിയാണ്. ഏലക്കടയൊക്കെ ടേസ്റ്റ്. പക്ഷെ തേങ്ങാപ്പാൽ വെച്ചുണ്ടാക്കാം. തേങ്ങാപ്പാൽ വെച്ചുണ്ടാക്കിയാൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ക്യാമറമാനൊക്കെ അതേ പുറകിൽ നിന്ന് കൊതി വിടുന്നുണ്ട്. പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് കൊതി വെക്കാനായിട്ട്. നിങ്ങളൊക്കെ ഇത് പറ്റുമെങ്കിൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം രോഗപ്രതിരോധ ശേഷി, ആരോഗ്യ സംരക്ഷണം, കുട്ടികൾക്ക് വളരെ നല്ലൊരു ഭക്ഷണം, അങ്ങനെ എല്ലാ രീതിയിലും ഗുണമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ചെയ്തു നോക്കാൻ പറ്റുന്നവർ ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ബൈ.